friends, welcome to my channel. इन्नते एंड डिश पालकप्पയാണ്. आज हम केरला का स्पेशल डिश कसावा का एक डिश बनाने जा रहे हैं. इसका नाम है पालकप्पा. कैसे है दिखाएंगे. നമ്മുടെ കപ്പയാണ്. നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. 1 കിലോ കപ്പയുണ്ട്. ये है कसावा. इसका छिलका निकाल के हम लोग साफ करके आएंगे. इसका छिलका निकालना है. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. कप्पा मुഴുവൻ वृत्तियाकी വെച്ച് കഴിഞ്ഞു. कसावा पूरा साफ करके रखा है. अभी हम लोग एक कटिंग करेंगे. നമുക്കിത് ഇപ്പം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കൊത്തിയെടുക്കാം. നമ്മുടെ കുഴയ്ക്കാനൊക്കെ എടുക്കുന്ന പോലത്തെ നമുക്ക് കൊത്തിയെടുക്കാം. ഈസി കളഞ്ഞാൽ ഇതിനകത്തെ നടുക്കത്തെ ഈ നൂല് കളഞ്ഞ് വേണം നമുക്ക് എടുക്കാൻ. इसका अंदर में एक सूता जाता है. देखिए ये निकालना है. നമുക്ക് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് ഈസി സബ് കട്ടിങ് करना है. അപ്പം മുഴുവനും ഞാൻ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു. നോക്കിക്കേ കൊത്തിയെടുത്താണ്. कसावा पूरा ऐसे ही काट दिया. काट के साफ करके आया है. नന്നായിട്ട് കഴുകിയിട്ടെടുത്താണ്. अच्छे से धो के लेके आया है. कुकर में पानी गरम करके रखा है. ഒരു കുക്കറിനകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. ये गरम पानी में एक कसावा डालेंगे. कप्पा ഞാൻ മുഴുവനും कुकर लिट्टी है. कसावा पूरा कुकर में डाला है. अभी डाल रहे नमक. നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിലെടുക്കാം. अच्छे से बंद करके एक विसिल लेना है. ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സി का जार में अभी लहसुन डाल रहे. നമുക്ക് വെളുത്തുള്ളി നോക്കിക്കേ 6-7 പീസുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഹരിമിർച്ച്, മുളക് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. थोड़ा छोटा प्याज डाल रहे. കരിയേപ്പത്ത डाल रहे. നമുക്ക് കുറച്ച് കരിയാപ്പല കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. खाली क्रश करना है. ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ട്. सब एक ही साथ क्रश करके लेके आया है. നമുക്ക് ഇപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ക്രഷ് ചെയ്ത എല്ലാ സാധനവും क्रश किया है मसाला बाउल में डाल. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. थोड़ा नमक इसमें डाल रहे. अच्छा से मिक्स करके नारियल तेल 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. अच्छा से मिक्स करके बंद करके रखेंगे. കപ്പ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. कसावा पक रहे उसी टाइम अभी हमें इसका दूध निकालना है. ഒരു തേങ്ങ ചിരണ്ടിയതാണ്. നമുക്ക് ഇതിൻ്റെ ഒന്നാം പാൽ എടുക്കാം. एक नारियल पूरा निकाल के रखा है. इसका दूध निकालना है. इसके लिए मिक्सी का जार में डाल दे. നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. 1 കപ്പ് പാനി लिया है और पूरा डालना है. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് അരച്ച തേങ്ങയാണ്. 1 കപ്പ് पानी डाल के ये नारियल पीसा है. इसका जूस निकालना है. നമുക്ക് ഇതിൻ്റെ പാലെടുക്കാം. അതിൻ്റെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. फर्स्ट वाला दूध निकाल रहे. ഒന്നാം പാൽ रेडी ആയി കഴിഞ്ഞു. हम लोग का फर्स्ट वाला मिल्क रेडी हो गया. एक बार भी नारियल मिक्सी के जार में डाल रहे. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ മിക്സിയുടെ ജാറിനോട്ട് ഈ തേങ്ങ ഇട്ടിട്ട് അभी डाल रहे 2 കപ്പ് പാനി. ഇപ്പം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കാം. अच्छे से पीस करके इसका भी दूध निकालना है. നമ്മുടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച തേങ്ങയാണിത്. 2 കപ്പ് पानी डाल के एक पीस कर लेके आया है. तो उसका भी दूध निकालना है. നമുക്ക് ഇതിൻ്റെ കൂടെ പാലെടുക്കാം. നമ്മുടെ രണ്ടാം പാൽ റെഡി ആയി കഴിഞ്ഞു. सेकंड वाला कोकोनट मिल्क भी रेडी हो गया. कुकर एक विसिल हो गया. बंद करेंगे. നമുക്കൊരു വിസിലായി കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇവിടെ കുക്കറിൻ്റെ ഗ്യാസ് എല്ലാം പോയി കഴിഞ്ഞു. कुकर का गैस पूरा ख़त्म हो गया. निकाल देंगे. നമുക്ക് നോക്കാം എത്രയാണ്. നമ്മുടെ കപ്പ വെന്ത് കഴിഞ്ഞു. कसावा पक गया है. अभी पानी निकालना है. നമുക്ക് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാം.
मैंने पैन അടുപ്പത്ത് വെച്ചിട്ടുണ്ട് एक पैन रखा है पानी निकाल के रखा था ये पैन में डाल दे നമുക്ക് ഈ വെള്ളം മാറ്റിയ കപ്പ ഈ പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം पहले क्रश करके रखा था ये मसाला अभी इसमें डालना है ये मसाला വെളിച്ചെണ്ണ के नाम मिक्स ചെയ്ത് വെച്ചിരുന്നതാണ് नारियल तेल में मिक्स करके रखा था ये इसमें डाल दे अच्छे से मिलाएंगे നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെക്കാം अच्छे से मिला के 2 मिनट बंद करके रखेंगे 2 मिनट നമ്മൾ मसाला ഇട്ട് വെച്ചിട്ടുണ്ട് 2 मिनट हो गया अभी इसमें सेकंड वाला कोकोनट मिल्क डाल दे നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് अच्छे से मिक्स करना है लो फ्लेम में डाल दिया था मीडियम फ्लेम में डाल दीजिएगा നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റി മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സെക്കൻഡ് वाला കോക്കനട്ട് മിൽക്ക് डाल के अच्छे से मिक्स कर दीजिएगा രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ നല്ല തിക്കായി കഴിഞ്ഞു कोकोनट मिल्क डाल के अच्छे से थिक हो गया अभी डालना है फर्स्ट वाला कोकोनट मिल्क നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക फर्स्ट वाला कोकोनट मिल्क डाल के अच्छे से मिक्स करके गैस ऑफ करना है നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിനെ നമുക്ക് കടുക് വറുത്തെടുക്കാം इसके लिए तड़का बनाना है 1 टेबल स्पून नारियल तेल गरम करने के लिए रखा है 1 टेबल स्पून വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് सरसों डाल रहे കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കരിയാപ്പല ഇട്ട് കൊടുക്കാം थोड़ा കരിയാപ്പല डाल रहे थोड़ा मिर्चा डाल रहे നമുക്ക് ഇത്തിരി മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് छोटा प्याज काट के रखा है वो भी फ्राई करना है നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് വറുത്തത് റെഡി ആയി കഴിഞ്ഞു हम लोग का तड़का रेडी हो गया गैस ऑफ कर रहे നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം തടുക്ക നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം तड़का इटद നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തടുക്ക डाल दिए अच्छे से मिक्स करना है ഇതിപ്പോൾ നല്ല ചൂടാണ് തണുക്കുമ്പോൾ നല്ലതായിട്ട് കട്ടിയായിട്ട് വരും അപ്പോൾ अभी गरम है ठंडा होने के बाद और टाइट हो जाएगा अभी सर्विंग डिश में डालना है നമുക്കൊരു സർവിംഗ് ഡിഷിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും सब लोग पसंद करेगा जल्दी भी हो जाएगा टेस्टी भी है നമ്മുടെ പാൽക്കപ്പ അങ്ങനെ തന്നെ കഴിക്കാനും ഒത്തിരി ടേസ്റ്റിയാണ് ചിക്കൻ കറിയിലൂടെയോ മീൻ കറിയിലൂടെയോ ഏത് കറിയുടെ കൂടെ ആണെങ്കിലും നമ്മുടെ ഈ പാൽക്കപ്പ വളരെ ടേസ്റ്റിയാണ് चिकन करी और मटन कुछ भी करी का साथ भी अच्छा लगेगा सब लोग थोड़ा ट्राई करके देखिएगा चिकन करी का साथ एक कप्पा बना है सब लोग पसंद करेगा प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वॉचिंग